നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏകാധിപത്യത്തിനെതിരെ ശബ്ദമുയർത്തി തുറന്നടിച്ച് മുതിർന്ന CPM നേതാവ് ജി സുധാകരൻ. നരേന്ദ്രമോദിയെ പുകഴ്ത്തിക്കൊണ്ടും പിണറായി വിജയൻ സർക്കാരിനെ വിമർശിച്ചുകൊണ്ടുമാണ് സുധാകരൻ രംഗത്ത് വന്നത്. നരേന്ദ്രമോദി ശക്തനായ ഭരണാധികാരി. BJPയുടെ കേന്ദ്രമന്ത്രിമാർക്കെതിരെ അഴിമതി ആരോപണങ്ങളില്ല. കോൺഗ്രസ് ഭരണകാലത്തെ പോലെ അഴിമതി പെട്ടി ഒഴുകുന്നില്ല. നേതാവുണ്ടെങ്കിൽ ജനം പിന്നാലെ വരും. കേന്ദ്രമന്ത്രിമാർക്കെതിരെ വ്യക്തിപരമായ അഴിമതി ആരോപണങ്ങളില്ല. ഏത് പാർട്ടിയായാലും ലീഡർഷിപ്പ് പ്രധാനമാണെന്നും ജി സുധാകരൻ ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ തുറന്നടിച്ചു. സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾക്ക് അതൃപ്തിയുണ്ടെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് പദവി നൽകണമായിരുന്നു. മത്സരിച്ച് കഷ്ടപ്പെട്ടാണ് സുരേഷ് ഗോപി അധികാരത്തിലെത്തിയത്. ഒരാൾ വിചാരിച്ചാൽ മാത്രം എല്ലാവരെയും അടക്കി നിർത്താൻ കഴിയില്ല. വീഴ്ച വന്നാൽ പറയണം. എന്തിനാണ് പേടിക്കുന്നത്? ഒന്നാം പിണറായി സർക്കാർ മികച്ചതായിരുന്നു. എല്ലാ വകുപ്പുകളും മികച്ചതായിരുന്നു. ആ സർക്കാരിൻ്റെ പേരിലാണ് പുതിയ സർക്കാർ നിലവിൽ വന്നത്. ആ വികസന നേട്ടങ്ങൾ ഇപ്പോൾ ഒരു MLA യും പറയുന്നില്ല. രണ്ടാം പിണറായി സർക്കാരിന് വികസന നേട്ടങ്ങളില്ല. രണ്ടാം പിണറായി സർക്കാരിനെ കുറിച്ച് പലർക്കും വിമർശനമുണ്ട്, സുധാകരൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ CPM കോട്ടകളിൽ വിള്ളലുണ്ടായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിറവിയെടുത്ത സ്ഥലങ്ങളിൽ പോലും മൂന്നാമതായി. കായംകുളത്ത് വോട്ട് ചോർന്നു. പുന്നപ്രയിലും വോട്ട് ചോർന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. KK ശൈലജ എവിടെ നിന്നാലും ജയിക്കുമെന്ന് ആരാണ് പറഞ്ഞത്? എവിടെ നിന്നാലും ജയിക്കുമെന്ന് പറയുന്നത് മാധ്യമങ്ങൾ താൻ വിശ്വസിക്കുന്നില്ലെന്നും ജി സുധാകരൻ പറഞ്ഞു. നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയിൽ ഒളിയമ്പുമായി P ജയരാജനും രംഗത്ത് വന്നിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ CPM പാഠം ഉൾക്കൊള്ളണമെന്നാണ് ജയരാജൻ ആവശ്യപ്പെട്ടത്. പാനൂരിലെ PK കുഞ്ഞനന്ദൻ 4ാം ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി നടത്തിയ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കവെയായിരുന്നു P ജയരാജൻ സംസ്ഥാന നേതൃത്വത്തിനെതിരെ വിമർശനം ഉന്നയിച്ചത്. രണ്ടാം പിണറായി സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരമില്ലെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആവർത്തിച്ചു പറയുന്നത്. ഇതിനിടയിലാണ് പാർട്ടിക്കും സർക്കാരിനും തെറ്റുപറ്റിയെന്ന് ജയരാജൻ തുറന്നടിച്ചിരിക്കുന്നത്. പരാജയത്തിന് ശേഷം കരുത്തോടെ തിരിച്ചു വന്ന പാരമ്പര്യം LDFനുണ്ട്. ജനങ്ങൾക്ക് ഒപ്പം നിൽക്കുകയാണ് പ്രധാനമെന്നും ജയരാജൻ ചൂണ്ടിക്കാട്ടി. സർക്കാരിൻ്റെയും മുഖ്യമന്ത്രിയുടെയും ഭരണപരാജയവും തെറ്റായ നടപടികളുമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ LDFനേറ്റ വൻ പരാജയത്തിന് കാരണമെന്ന് കഴിഞ്ഞ ദിവസം CPI സംസ്ഥാന കൗൺസിലും വിലയിരുത്തിയിരുന്നു. ഇതിനു പുറമെ CPM പോളിറ്റ് ബ്യൂറോയും കണ്ണൂരിൽ ഉൾപ്പെടെയുള്ള പാർട്ടി കോട്ടകളിലെ വോട്ട് ചോർച്ചയിൽ ആശങ്ക അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് സംസ്ഥാനത്തെ പാർട്ടിയിലെ പ്രമുഖ നേതാക്കളിൽ ഒരാളായ P ജയരാജനും പാർട്ടി നേതൃത്വത്തിനും സർക്കാരിനുമെതിരെ പരസ്യ വിമർശനവുമായി രംഗത്ത് വന്നത്. കേന്ദ്ര സർക്കാരിനെതിരായ വോട്ടുകളാണ് കോൺഗ്രസിന് ലഭിച്ചതെന്നാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തോൽവിയുടെ ന്യായീകരണമായി മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചത്. എന്നാൽ ഇതിനെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് പാർട്ടിക്ക് തെറ്റുപറ്റിയെന്ന തുറന്ന വിമർശനവുമായി P ജയരാജൻ രംഗത്ത് വന്നത്. ഇത് വരും ദിവസങ്ങളിൽ CPMൽ ഉണ്ടാകുന്ന അടിയൊഴുക്കുകളുടെ പ്രതിഫലനമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും കൂടുതൽ നേതാക്കൾ മുഖ്യമന്ത്രിക്കും പാർട്ടി നേതൃത്വത്തിനുമെതിരെ രംഗത്ത് വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. വടകരയിൽ KK ശൈലജയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ചുമതല TP രാമകൃഷ്ണനായിരുന്നുവെങ്കിലും ഏകോപനം നിർവഹിച്ചത് P ജയരാജൻ വടകരയിൽ ക്യാമ്പ് ചെയ്തിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വടകരയിലെ തോൽവി P ജയരാജനും ക്ഷീണം ചെയ്തിട്ടുണ്ട്. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയുടെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി ഇനിയും ആക്രമിക്കേണ്ടെന്നാണ് CPI നേതൃയോഗ തീരുമാനം. ജനം തോൽപ്പിച്ചു കഴിഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇനി ആക്രമിക്കുന്നതിൽ അർത്ഥമില്ലെന്നാണ് CPI യോഗത്തിലെ വിമർശനം. തെറ്റ് ചെയ്ത സമയത്ത് തിരുത്താൻ ശ്രമം നടത്തിയിരുന്നെങ്കിൽ CPIക്ക് പിന്തുണ കിട്ടുമായിരുന്നുവെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടി. അന്ന് അത് നേതാക്കൾ ചെയ്തില്ലെന്ന വിമർശനവും യോഗത്തിൽ ഉയർന്നു. ജനം എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന് നേതാക്കൾക്ക് മനസ്സിലാകുന്നില്ലെന്നും വിമർശനം ഉയർന്നു. തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്തുകൊണ്ടുള്ള ചർച്ചയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിമർശനമുയർന്നത്.